എങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ന്യൂ ഇയർ ആഘോഷം? ഒരു പൂഴി വാരിയിട്ടാൽ പോലും താഴെ വീഴില്ല, അത്രമാത്രം ജനസാഗരമായിരുന്നു കോഴിക്കോട് ബീച്ചിലടക്കം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഒന്നുകൂടി പറയൂ, എങ്ങനെയായിരുന്നു കോഴിക്കോട് ജനതയുടെ ഒരു ന്യൂ ഇയർ ആഘോഷം? ഭദ്ര, മറ്റിടങ്ങളിൽ എന്ന പോലെ തന്നെ കോഴിക്കോടും ന്യൂ ഇയർ ആഘോഷം ജനങ്ങൾ അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. വലിയ ആഘോഷത്തോടു കൂടിയാണ് പുതുവർഷത്തെ കോഴിക്കോട്ടുകാരും വരവേറ്റത്. കോഴിക്കോട് ബീച്ചിലും അതേപോലെ തന്നെ മാനാഞ്ചിറയിലുമെല്ലാം വലിയ ആൾക്കൂട്ടം കുടുംബസമേതം എത്തി പുതുവർഷത്തെ വരവേറ്റാണ് അവർ വീടുകളിലേക്ക് മടങ്ങിയത്. വൈകിട്ടോടുകൂടി തന്നെ കോഴിക്കോട് ബീച്ചിലേക്കും മാനാഞ്ചിറയിലേക്കുമെല്ലാം ആളുകൾ എത്തിയിരുന്നു. മാനാഞ്ചിറ മൈതാനിയിൽ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ പ്രകാശപൂരിതമായ മാനാഞ്ചിറയാണ് നമുക്ക് കഴിഞ്ഞ കുറേ നാളുകളായി കാണാൻ കഴിഞ്ഞത്. അത് കാണാനും ആസ്വദിക്കാനും ആയി നിരവധി ആളുകൾ മാനാഞ്ചിറയിലേക്ക് എത്തി. പാട്ടും നൃത്തവും എല്ലാമായി ആളുകൾ തന്നെ ആഘോഷമാക്കി മാറ്റുന്ന കാഴ്ചയാണ് കോഴിക്കോട് കണ്ടത്. പൊതു ഇടങ്ങളിൽ, അതായത് ബീച്ചിലും അതേപോലെ തന്നെ മാനാഞ്ചിറ സ്ക്വയറിലുമൊന്നും പൊതുപരിപാടികൾ ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും വലിയ തോതിലുള്ള ആൾക്കൂട്ടം പുതുവർഷത്തെ വരവേൽക്കാൻ കോഴിക്കോട് നഗരത്തിലേക്ക് ഒഴുകിയെത്തി. കോഴിക്കോട് ബീച്ചിലേക്ക് വൈകിട്ട് മുതൽ തന്നെ. ശരി, ലതീഷിനും നമ്മുടെ പ്രേക്ഷകർ ഹാപ്പി ന്യൂ ഇയർ പറയുന്നുണ്ട്. ലതീഷ്, തീർച്ചയായും പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. യെസ്.